പലതരത്തിലുള്ള ആരാധന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാണാൻ പോകുന്നത് വേറിട്ടൊരു ആരാധകനെയാണ്. കാസർഗോഡ് ജില്ലയിലാണ് ബാങ്ക് മാനേജറായ ഈ ആരാധകൻ. കാസർഗോഡ് ചീമേനി സ്വദേശിയായ മധുവിന് ആരാധന വേറെ ഒന്നിനോടുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആർമിയോടാണ്. ഇന്ത്യൻ ആർമിയോടുള്ള സ്നേഹം കാരണം വീട്ടിലൊരു സൈനിക മ്യൂസിയം ഒരുക്കിയിരിക്കുകയാണ് ഇദ്ദേഹം. സൈനികനായി രാജ്യത്തെ സേവിക്കാനായിരുന്നു മധുവിന്റെ ആഗ്രഹം. നിരവധി റിക്രൂട്ട്മെന്റ് ക്യാമ്പുകളിൽ പങ്കെടുത്തെങ്കിലും ശാരീരിക ക്ഷമതാ പരീക്ഷ എന്ന കടമ്പയിൽ തട്ടി ആ സ്വപ്നം പൊലിഞ്ഞു. ജീവിത വഴിയിൽ ബാങ്ക് മാനേജർ ആയെങ്കിലും സൈന്യത്തോടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചു. ഒടുവിൽ സ്വന്തം വീട്ടിൽ തന്നെ ഒരു മ്യൂസിയം ഒരുക്കി, ഒരു വാർ മ്യൂസിയം. ആദ്യം യുദ്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കലായിരുന്നു. കാർഗിൽ കുവൈറ്റ് യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റും ശേഖരിച്ച് പുസ്തകത്തിലാക്കി. പിന്നീട് സേനകളുമായി ബന്ധപ്പെട്ട എല്ലാം ശേഖരിച്ചു തുടങ്ങി. സൈനികരുടെ യൂണിഫോമുകൾ, തോക്കുകളുടെ മാതൃകകൾ, ബാഗുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, വിവിധ ഇനം ബൂട്ടുകൾ, സ്ഥാനചിഹ്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട്. ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ മദ്രാസ് റെജിമെന്റിൽ എന്നെ വിളിപ്പിച്ച് അപ്പം അവിടെ എനിക്ക് ചെറിയൊരു ആദരവൊക്കെ തന്നു അവര്. അവിടെയിലെ നമ്മളെ കമാൻഡിങ് ഓഫീസർ ഒരു മൂവ്മെന്റ് ഒക്കെ തന്ന സാധനങ്ങളാണ് ഈ കാണുന്നൊക്കെ. ഒരു ആർമിയിൽ ഉപയോഗിക്കുന്ന ഏകദേശം സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതായത് ഗണ്ണൊഴികെ. ഗണ്ണ് ഇപ്പം നമുക്ക് വെക്കാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ ഗണ്ണില്ല. ബാക്കി അതിന് മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആർമിക്കാരെ സന്ദർശിച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ മ്യൂസിയം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പിന്നെ കോഴിക്കോട് മദ്രാസ് റെജിമെന്റിന്റെ കോഴിക്കോട് TA ബറ്റാലിയനിലെ കമാൻഡിങ് ഓഫീസർ, സുബൈദർ മേജർ സാർ, ഇങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ വരികയും അത് കാണുകയും എനിക്കൊരു അംഗീകാരം ഇവിടെ നിന്ന് തന്നിട്ടുമുണ്ട്. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്നാണ് യൂണിഫോം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ശേഖരിച്ചത്. മ്യൂസിയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ചിലർ ഇപ്പോൾ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട്. വീട്ടിലൊരു മ്യൂസിയത്തിന് പരിമിതിയുള്ളതിനാൽ കാസർഗോട്ട് ഒരു സ്ഥിരം മ്യൂസിയമാണ് മധുവിന്റെ സ്വപ്നം. ഉന്നത ഉദ്യോഗസ്ഥരടക്കം മ്യൂസിയം കാണാനെത്തുന്നുണ്ട്. പല സ്ഥലത്തും പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ETV ഭാരത്, കാസർഗോഡ്.